ജനങ്ങളുടെ സന്തോഷമാണ് VTV മിൽക്ക് പ്രോഡക്ട്സിന്റെ ഐശ്വര്യം. വർഷങ്ങൾ കൊണ്ട് നമ്മൾ പടുത്തുയർത്തിയ പ്രസ്ഥാനം കള്ളത്തരത്തിലൂടെയോ കാപട്യത്തിലൂടെയോ അല്ല, മറിച്ച് നമ്മുടെ കഠിനമായ അധ്വാനവും ഇടയറ്റ അർപ്പണബോധവും കൊണ്ടാണ് ഇന്ന് ഈ നിലയിലെത്തിയത്. അടുത്ത പാൽ ഫാക്ടറി ഉണ്ടായ ദുരന്തം നമുക്കൊരു പാഠമായിരിക്കണം. ആ വിഷബാധയിൽ മരിച്ച പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള അനേകായിരം ആളുകളുടെ സ്മരണയ്ക്ക് മുന്നിൽ എണ്ണീറ്റ് നിന്നുകൊണ്ട് ഒരു നിമിഷം നമുക്ക് മൗനം പാലിക്കാം. വിശ്വനാഥൻ, പൊള്ളാച്ചി തേവർ, വാവച്ചൻ, നിങ്ങളെ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ടാണത്. എന്തിന്? നിങ്ങൾ നന്ദിനി മിൽക്സിന്റെ മാനേജർക്ക് കോഴ നൽകി പാലിൽ വിഷം കലർത്തിയതിന്. പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നിരവധി സഹോദരീ സഹോദരന്മാരുടെയും മാതാപിതാക്കളുടെയും അപമൃത്യുവിന് കാരണമായ ദുരന്തത്തിന് ഉത്തരവാദി നിങ്ങളാണെന്ന് തെളിവ് സഹിതം ലഭിച്ചതിന് നിങ്ങൾ എന്നോടൊപ്പം വന്നേ പറ്റൂ. എതിർക്കാൻ ശ്രമിച്ചാൽ ഒന്നുകളെയും എല്ലാത്തിനെയും. എടോ വിഷ്ണുദത്തൻ, തനിക്ക് ഞങ്ങൾ ആരാണെന്ന് അറിയില്ല. അറിയാമടോ, നിങ്ങളെ കുറിച്ച് എനിക്ക് നന്നായി അറിയാം. ഞങ്ങൾ വിചാരിച്ച തന്നെ താനെന്നൊരു ചുക്കും ചെയ്യില്ല. നിങ്ങളാണ് ഇതിന് കാരണക്കാരെന്ന് മിൽക്ക് ഡയറി മാനേജറുടെ മൊഴി, നിർത്തുന്നതായ 100 കണക്കിന് ആൾക്കാരുടെ കംപ്ലൈന്റുകൾ. ഇത്രയും മതി നിന്നെയൊക്കെ പിടിച്ച് അകത്തിടാൻ. എടാ വിഷ്ണു, എന്റെ പൊളിറ്റിക്കൽ സ്ട്രെങ്ത് ഉപയോഗിച്ചു നിന്നെ ഞാൻ നിന്റെ അമ്മയുടെ ഒരു പൊളിറ്റിക്കൽ പബ്ലിസിറ്റിയിൽ എനിക്ക് താല്പര്യമില്ല. ചവിട്ടേന്റെ എല്ലോടിക്കണ പട്ടി. ഞങ്ങളുടെ ഈ ക്വാളിറ്റിയുള്ള ഫോട്ടോ ഏതെങ്കിലും പത്രത്തിൽ വന്നാ നിന്റെയൊക്കെ പത്രം നിന്ന് കത്തും. ഓഹോ, അങ്ങനെ എടുക്കടാ ഫോട്ടോ. ഇതിനെ അനുഭവിക്കും. വിഷ്ണു, അവന്റെ അഹങ്കാരം കുറച്ച് കൂടുതലാണ്. ഞാൻ മുന്നാടിയാ ചൊല്ലിയില്ല. മുളയിലേ നുള്ളിയിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ഇനി സംഭവിക്കാൻ പോകുന്നത് അവനാണ്. സാറിനെ പോലുള്ള ഒരു രാഷ്ട്രീയ പ്രമുഖൻ ഇവിടെ ഞാൻ എന്താണ് സാർ ചെയ്യേണ്ടത്? എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ ജാമ്യം അനുവദിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തതാണ്. പിന്നെന്താണ് സാർ അത് നിഷേധിച്ചത്? കോടതിയിൽ ആ മാനേജർ എല്ലാം ഏറ്റുപറഞ്ഞപ്പോ തന്നെ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ കുറ്റവാളികളായി. അവരുടെ കണ്ണുമൂടി കെട്ടാൻ 15 ദിവസം സബ് ജയിൽ റിമാൻഡ്. അത് ഞങ്ങൾക്ക് ആവശ്യവുമാണ്. നാളെ നൈറ്റ് ഡ്യൂട്ടി ആർക്കാം? പ്രകാശിന്. നാളെ പ്രകാശിന് ലീവ്. ആ ഡ്യൂട്ടി രാജേഷ് ഏറ്റെടുക്കണം. സാർ അത് വേണ്ട, മറുചോദ്യം വേണ്ട. പറഞ്ഞതനുസരിച്ചാൽ മതി. അയ്യോ, എനിക്ക് മതി. മര്യാദക്ക് കഴിച്ചില്ലെങ്കിലേ എന്റെ സ്വഭാവം മാറും. എടുത്തി, എനിക്ക് വേണം 4 ദോഷം കൂടി ആവാം. അല്ലേലും തിന്നാ നീ തന്നെ മെടുക്കി. ചുമ്മാതല്ല ഇവിടെ തിന്നു പൂതം പോലെ വരുന്നത്. നിനക്ക് വെച്ചിട്ടുണ്ട്. രണ്ടാളും മര്യാദ കഴിച്ചേ. അയ്യോ വേണ്ട, വരട്ടും. ഇനി ഞാൻ എടുത്തരാം. അപ്പാർക്കും നീ എവിടെ ഇരിക്കേ? ഞാൻ പോയി നോക്കാം.
യുവറോണ്, ഗായത്രി എന്നറിയപ്പെടുന്ന ഈ സ്ത്രീ പറയുന്നത് പച്ച കള്ളമാണ്. സമൂഹത്തിലെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന മാന്യന്മാരായ വ്യക്തികളാണ് വിശ്വനാഥനും വാവച്ചനും തേവരും. ഇതിനു മുമ്പും പല കേസുകളിൽ ഇവരെ പ്രതികളാക്കി കൊല്ലപ്പെട്ട പോലീസ് ഓഫീസർ വിഷ്ണുദത്തൻ ഇതേ കോടതിക്ക് മുമ്പിൽ വരികയും ആ പക തീർക്കാൻ ഇവർ വിഷ്ണുവിനെയും സഹോദരിമാരെയും തന്റെ അച്ഛനെയും കൊന്നതാണെന്നും തന്നെ അതിക്രൂരമായി മാനഭംഗപ്പെടുത്തി എന്നും പറയപ്പെടുന്ന ഈ സ്ത്രീയുടെ ആരോപണം തികച്ചും കള്ളമാണ്. എന്നാൽ അതേ വീട്ടിൽ മരിച്ചു കിടന്ന അജ്ഞാതനായ ഒരാൾ വിഷ്ണുവിന്റെ അനുജത്തിയുടെ കാമുകനാണെന്നും സംഭവ ദിവസം ഇതേ സ്ത്രീയുടെ അറിവോടെ അനുജത്തിയും കാമുകനും വീട്ടിൽ ഒത്തുകൂടുകയും യാദൃച്ഛികമെന്നവണ്ണം വീട്ടിലേക്ക് വന്ന വിഷ്ണുദത്തൻ അത് കാണാനിടയാകുകയും തുടർന്ന് വിഷ്ണുവുമായിട്ടുണ്ടായ സംഘടനത്തിൽ പരസ്പരം വെട്ടേറ്റു മരിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് പോലീസിന്റെ എഫ്ഐആർ. ഭർത്താവും സഹോദരിമാരും സ്വന്തം അച്ഛനും മരിച്ച് സീതയുടെ തീ അണയുന്നതിന് മുമ്പ് ഈ കോടതിയിലെത്തിയ ഇവരുടെ സ്വഭാവത്തിൽ എനിക്ക് സംശയമുണ്ട്. കുടുംബക്കാർക്കുണ്ടായ ദുരന്തത്തിൽ ഈ സ്ത്രീയുടെ മാനസിക നില തന്നെ തകരാറിലായിരിക്കുകയാണെന്നാണ് എനിക്ക് കോടതിയോട് ബോധ്യപ്പെടുത്താനുള്ളത്. സംഭവം നടന്നതിന് 2 ദിവസം മുമ്പ് മറ്റൊരു കേസിൽ ഈ കോടതി തന്നെ 15 ദിവസത്തെ റിമാൻഡിൽ സബ് ജയിലിൽ അയച്ചവരാണ് പ്രതികളെന്ന് ഇവർ വിശേഷിപ്പിക്കപ്പെടുന്ന വിശ്വനാഥനും വാവച്ചനും തേവരും. കൃത്യം നടന്ന അന്ന് ഇവർ സബ് ജയിലിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് ജയിൽ സൂപ്രണ്ട് രാജേഷിന്റെ മൊഴിയിൽ നിന്നും വ്യക്തമാണ്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? എന്നെയും എന്റെ അനുജത്തിമാരെയും നിഷ്ഠൂരമായി മാനഭംഗപ്പെടുത്തിയും എന്റെ അച്ഛനെയും വിഷ്ണുവേട്ടനെയും അനുജത്തിമാരെയും ക്രൂരമായി കൊല ചെയ്യുകയും ചെയ്തത് ഈ സമൂഹത്തിലെ ഉന്നതന്മാരാണെന്ന് ഇവിടെ പറയുന്ന വിശ്വനാഥനും അയാളുടെ ആൾക്കാരുമാണെന്ന് എനിക്ക് വ്യക്തമാണ്. ജീവൻ തുടിക്കുന്ന ഒരു പെണ്ണിന്റെ മാനത്തിന് വില കൽപ്പിക്കുന്നുവെങ്കിൽ, സ്ത്രീ സമൂഹത്തിന് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള കഴുകന്മാർക്ക് അവർ അർഹിക്കുന്ന കൊലക്കയർ കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട നീതിപീഠത്തിനോട് ഞാൻ അപേക്ഷിക്കുകയാണ്. സി എ വിഷ്ണു, ശർമ്മ, ശർമിള കൊലക്കേസിലെ പ്രതികൾ വിശ്വനാഥൻ, തേവർ, വാവച്ചൻ എന്നിവരാണെന്നുള്ള ഗായത്രിയുടെ മൊഴി പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തതും, എന്നാൽ വിഷ്ണുവിന്റെ സഹോദരീ കാമുകനുമായുള്ള ഏറ്റുമുട്ടലിലാണ് മരണങ്ങൾ സംഭവിച്ചിട്ടുള്ളതെന്ന് ഈ കോടതിക്ക് ബോധ്യം വന്നതിനാലും സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന വിശ്വനാഥൻ, വാവച്ചൻ, തേവർ എന്നിവർ കുറ്റക്കാരല്ലെന്ന് ഈ കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. മാഡം, ഇവിടുത്തെ ഓർമ്മകൾ മാഡത്തിനെ പഴയകാലത്തിലേക്ക് കൊണ്ടുപോയി തോന്നുന്നു. യെസ്, അല്പനേരം ഞാൻ എവിടെയോ ആയിരുന്നു. മനസ്സിൽ മറക്കാതെ ഒതുക്കി വെച്ചിരുന്ന ഓർമ്മകൾക്ക് ജീവൻ തുടിക്കുന്നത് പോലെ ചോരയുടെ ഗന്ധം ഇവിടെ ആകെ നിറഞ്ഞു നിൽക്കും പോലെ. മാഡം, റിലാക്സ്. കടക്ക് തീർക്കാൻ സമയമേറെയുണ്ട്. ഇപ്പൊ നമുക്ക് ആവശ്യം ഒരു വഴിയാണ്. അത് കിട്ടിക്കഴിഞ്ഞു. ആ, താൻ എത്തിയോ? മേഡം പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. അവരെ വിശ്വസിപ്പിക്കാൻ അല്പം ഞാൻ ബുദ്ധിമുട്ടേണ്ടി വന്നു. എന്നാലും ഈ ഒരു വരവും കാത്തിരിക്കണം അവരവിടെ. എത്രയും പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് പോകണം. ശരി.
അടുത്ത ആഴ്ച പാർട്ടി മീറ്റിംഗ് ആണ്. അത് ഞാൻ അറിഞ്ഞു. കറക്റ്റ്. എടോ, യെസ്, അവർ എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ. അതെ, ഡൽഹിയിൽ ഇന്ത്യ ഗേറ്റിൽ നിങ്ങൾ എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്? ഞാൻ പോയിട്ടില്ലടോ. സൂപ്പർ പെമ്പളെ, അഴകാന. ചിക്കിളി ശരിക്ക് ഇടുത്ത് വാങ്ങും പാപ്പ. എന്താ സേഠ്ജി, സുഖാണോ? നിനക്ക് വേണ്ടിയാ നമ്മൾ ഇവിടേക്ക് വന്നത്. നീ പറഞ്ഞുകൊണ്ട് മാത്രം. നിന്റെ സന്തോഷ നമ്മുടെയും സന്തോഷം. എന്താ നിന്റെ ഉദ്ദേശം? സേഠ്ജി, അഗ്രഹാരത്തിലെ അകത്തളങ്ങളിൽ പൂജയും തേവാരവുമായി കഴിഞ്ഞ് ആ പഴയ ഗായത്രിയല്ല നിങ്ങളുടെ മുന്നിലെ ഈ പാർവതി. നെഞ്ചിലൊരുപിടി ഓർമ്മകൾ കനലായി സൂക്ഷിച്ച് അത് കെട്ടണയാതെ ഓജസ്സും തേജസ്സും പകർന്ന് ഒരു ജ്വാലയായി മാറ്റിയത് ഈ ഒരു അവസരത്തിന് വേണ്ടി മാത്രമാണ്. മനസ്സിലെ അഗ്നിയിൽപ്പെട്ട് ചിറകുകൾ നഷ്ടപ്പെട്ട ഈ ആമ്പാറ്റ കണക്കെ കൊണ്ടുവരും ഞാൻ അവരെ. ഒരു ഉപകാരം കൂടി സേഠ്ജി ചെയ്യണം. എനിക്കിവിടെ വരാൻ ഒരു വഴിയൊരുക്കിയതുപോലെ കിട്ടാനുള്ള പണത്തിന് 1 വർഷത്തെ കാലാവധി കൂടെ കൊടുക്കുക. അവർക്കായി എഴുതി തീർത്ത മരണ വാറണ്ട് ഇല്ല. ബ്രാഹ്മണ്യത്തിന്റെ രക്തവും ക്ഷത്രിയന്റെ മനസ്സുമായി തീർന്ന ഒരു സംഹാര അവതാരത്തെയാകും അവരിനി കാണുക. ഇനി എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രം. വിജയം വരിച്ചില്ലെങ്കിലും എനിക്ക് ഈ യുദ്ധം നയിക്കണം. എന്റെ കൺമുന്നിൽ കിടന്ന് പിടഞ്ഞു മരിച്ചവർക്ക് ഞാൻ കൊടുത്ത വാക്കാണത്. എനിക്കത് പാലിച്ചേ മതിയാകൂ. ചിക്കിളി ഇറക്കിയ ഈ ഞാൻ എന്തും ചെയ്തിരുന്ന് അറിയാലോ. ഇനി കുറഞ്ഞത് 3 മാസത്തെ കാലാവധിക്കുള്ള എഗ്രിമെന്റ് ആയിട്ട് പറഞ്ഞു വരൂ. അതങ്ങോട്ട് തീർത്ത് പറയാറായിട്ടില്ലടോ. മിസ്റ്റർ അഴകപ്പൻ, എവറിത്തിങ് ഈസ് ഓക്കെ. നിങ്ങൾ കൊടുക്കാനുള്ള തുകയ്ക്ക് 1 വർഷത്തെ കാലാവധി നീട്ടിക്കൊണ്ട് സേട്ട് തയ്യാറാക്കിയ എഗ്രിമെന്റ്. ഞാൻ പറഞ്ഞില്ലേ, മേഡം ഒരു കാര്യത്തിൽ ഇറങ്ങിയാ അത് ഇറങ്ങിയിടാ. ഇതാ മേഡം ക്യാഷ്. താങ്ക് യു. ഓക്കെ. எக்ஸ்கியூஸ் மீ, യെസ്. ஒரு சின்ன சந்தேகம். நீங்க அந்த சிஐ விஷ்ணுவோட? അതെ, വിഷ്ണുവിന്റെ ഭാര്യ. അഗ്രഹാരത്തിലെ ഗായത്രി തന്നെയാണ് ഞാൻ. എന്നാൽ ആ പഴഞ്ചൻ സംഭവങ്ങൾ ഒരു പഴങ്കഥയായിട്ട് പോലും എന്റെ മനസ്സിലില്ല. കേട്ടിട്ടില്ലേ? സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കുന്നത് നല്ലതിന്. നഷ്ടപ്പെട്ടതോർത്ത് നീ എന്തിനു ദുഃഖിക്കണം? മാറ്റം പ്രകൃതി നിയമമാണ്. ഗീതാവചനങ്ങൾ. ഒരുപക്ഷെ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അഗ്രഹാരത്തിലെ ആ പഴയ പൊട്ടിപ്പെണ്ണായി ഞാൻ ഇന്നും കഴിയേണ്ടി വന്നേനെ. പക്ഷെ ഇന്നും എന്റെ ആജ്ഞകൾ മുട്ടുകുത്തി കേൾക്കാൻ പോലും ഇന്ദ്രപ്രസ്ഥത്തിലെ രാഷ്ട്രീയ രാജാക്കന്മാരുടെ നീണ്ട നിരയാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ, VVIPകൾ എന്നു വേണ്ട, എല്ലാവരും എന്റെ ഫ്രണ്ട്സ്. ആവശ്യത്തിലേറെ പണം, ഇന്ത്യ ഗേറ്റിനടുത്ത് താമസിക്കാനുള്ള ലക്ഷറി ബംഗ്ല, സഞ്ചരിക്കാനോ ഫോറിൻ കാറുകൾ, എല്ലാ സൗഭാഗ്യങ്ങളും. നന്ദിയുണ്ട്. ആരോടെല്ലാമോ കടപ്പാടുമുണ്ട്. പിന്നെ നിങ്ങൾക്കായി എന്താവശ്യമുണ്ടെങ്കിലും എന്നെ ബന്ധപ്പെടാം. ലെറ്റ്സ് സീ അഗൈൻ. I'll be around you. Bye bye.